കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന CJP സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് ഏകദിന ഉപവാസം സംഘടിപ്പിക്കും. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ ഉപവാസം അനുഷ്ഠിക്കും. CPIM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ച ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് ദില്ലിയിലേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കമലേഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധമാണ് ഇന്നലെയൊക്കെ സംസ്ഥാനത്ത് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും തുടർ പ്രതിഷേധങ്ങൾക്ക് ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഉപവാസ സമരം അത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഉള്ളത്? എപ്പോഴാണ് ഇത് ആരംഭിക്കുക? അക്ഷയ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ CJPയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി സമരത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ നൽകി വരുന്നത്. ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പലതരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിൽ ഈ ഉപവാസ സമരവും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ ഉപവാസ സമരം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായി ഇവിടെ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ പത്താങ്കലിലാണ്, ഡോക്ടർ ഷിജു ഖാനാണ് ഈ ഉപവാസ സമരം ഏറ്റെടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം ഈ ഉപവാസ സമരം ആരംഭിക്കും. ഇത് ഒരു പ്രധാനപ്പെട്ട സമര പരിപാടി എന്നുള്ള നിലയിലാണ് ഈ ഉപവാസ സമരം ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ദില്ലി ചലോ എന്ന പേരിൽ മറ്റൊരു വലിയ പ്രക്ഷോഭം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയുമായി സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ട്രെയിനുകളിൽ ഉൾപ്പെടെ ഇന്നും നാളെയുമൊക്കെയായി വലിയ തോതിൽ യുവജനങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഡൽഹി ചലോ എന്ന് തന്നെയാണ് ആ സമരപരിപാടിക്ക് പേരും നൽകിയിട്ടുള്ളത്. 27-ാം തീയതിയോടുകൂടി ഡൽഹിയിലെത്തി ആ സമരത്തിൻ്റെ ഭാഗമാവുന്ന നിലയിലേക്കാണ് ഈ സമരപരിപാടി ഡിവൈഎഫ്ഐ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ കേന്ദ്രങ്ങളിലേക്ക്, വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് ഈ മാർച്ചുകളെല്ലാം പോകുന്ന സാഹചര്യമുണ്ട്. വലിയ ജനപിന്തുണ ഈ സമരത്തിന്, ഡൽഹിയിലെ സമരത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇതിൻ്റെ തുടർ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ SFI ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം SFI സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചതെങ്കിൽ തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്കാണ് വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി നിലവിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, ഈ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയൊക്കെ ഈ SFIയുടെ പ്രതിഷേധങ്ങളിലും ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ മാർച്ചുകൾ, ഇത്തരം പ്രതിഷേധ മാർച്ചുകളെ ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് നേരിടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വലിയ നിലയിൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന നിലയിലേക്ക് പോകുന്നു. കൊച്ചിയിലാണെങ്കിൽ ഗ്രനേഡ് ഉൾപ്പെടെ പ്രയോഗിക്കുന്ന, കണ്ണീർ വാതകം ഉൾപ്പെടെ പ്രയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സ്വാഭാവികമായും ആ നിലയിൽ തന്നെ SFI തുടർ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തന്നെയാണ് ഇന്ന് നിലവിലിപ്പോൾ രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദിന് SFI ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് പൂർണ്ണമായും മുഴുവൻ ക്യാമ്പസുകളും, മുഴുവൻ സ്കൂളുകളും, കോളേജുകളും എല്ലാം തന്നെ ഇന്ന് ഈ വിദ്യാഭ്യാസ ബന്ദിൻ്റെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ SFIയുടെ ദേശീയ നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പോലീസുകാർക്കെല്ലാം തന്നെ മെലഡി ചോക്ലേറ്റ് വിതരണം ചെയ്യാനുള്ളൊരു നീക്കം ഉൾപ്പെടെ, അല്ലെങ്കിൽ അത്തരമൊരു സമരത്തിലേക്ക് ഉൾപ്പെടെ SFI കടക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ കാണണം. വലിയ പോലീസ് ലാത്തിചാർജ്, വലിയ പോലീസ് അട്രോസിറ്റി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള അക്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നു. വെറും കൈ ഉപയോഗിച്ച് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരുടെ മുഖത്തടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. ഈ പട്ടികകളിൽ ആണി തറപ്പിച്ച് ആ ആണി കൊണ്ട് വിദ്യാർത്ഥികളെ അടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ആക്രമണം ഉൾപ്പെടെ നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിലൊരു വിദ്യാർത്ഥിക്ക് മുഖത്തും കണ്ണിലും ഉൾപ്പെടെ, കണ്ണിൻ്റെ കൃഷ്ണമണി ഉൾപ്പെടെ തകരാറിലാവുന്ന സാഹചര്യമുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് ഡോക്ടർമാർ പറയുന്നു.
ആ പെല്ലറ്റ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി നിരവധി ശസ്ത്രക്രിയകൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. മുഖത്തും നെഞ്ചിലുമൊക്കെയായി ഇനിയും ശസ്ത്രക്രിയകൾ ആവശ്യമുണ്ട്. അതായത് വിദ്യാർത്ഥികളെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് തങ്ങൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. ഇതിൽ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നയിക്കുന്ന ഒരു സമരത്തിനെതിരെയാണ് ഈ നിലയിൽ ഒരു വളരെ ഭീകരമായ നിലയിലേക്കുള്ള ഒരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികളെ തെരുവിലാകെ വിദ്യാർത്ഥിക്ക് ആ സമരത്തെ പോലീസ് മാറ്റുന്നു, ഡൽഹി പോലീസ് മാറ്റുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടതാണ് എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും ഈ വിഷയങ്ങളിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി ഡിവൈഎഫ്ഐ, SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം സജീവമായി രംഗത്ത് വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ SFI രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഡിവൈഎഫ്ഐ ആണെങ്കിൽ ദില്ലി ചലോ പോലെയുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം ഉപവാസ സമരം ഉൾപ്പെടെ ഏറ്റെടുക്കുന്നു. അത് വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന്റെ ഭാഗമായി തുടർ പ്രക്ഷോഭങ്ങൾ ഇനിയും വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് കൂടിയാണ് ഡിവൈഎഫ്ഐയും SFIയും ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നതും. അക്ഷയ്, കമലേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SFIയെ സംബന്ധിച്ച് നമുക്കറിയാം. കേരളത്തിലായെങ്കിലും ഈ രാജ്യത്താണെങ്കിലും ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ എന്നും മുൻപന്തിയിൽ SFI ഉണ്ട്. അത് ഈ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തുടക്കം മുതൽ SFI അടക്കം സമരരംഗത്തുണ്ട്. പക്ഷേ ഇത് ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഈ ചോദ്യം, എവിടെയാണ് മറ്റ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, NSUA അടക്കമുള്ള സംഘടനകൾ എവിടെയാണ് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. അക്ഷയ്, തീർച്ചയായും രാജ്യവ്യാപകമായി നടക്കുന്ന പലതരത്തിലുള്ള അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ തന്നെ, ഇടത് സംഘടനകൾ നേരത്തെ തന്നെ അണിചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നേരത്തെ തന്നെ പല വിഷയങ്ങളിൽ SFI ഇത്തരത്തിലുള്ള ഐക്യപ്പെടലുകൾ, ഈ ജന്തർ മന്ദിറിൽ തന്നെ പല വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ആ നിലയിൽ SFI അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്, പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ CJP നടത്തുന്ന സമരത്തിനും ആദ്യഘട്ടം മുതൽ തന്നെ അകമഴിഞ്ഞ പിന്തുണയാണ് SFI നൽകുന്നത്. SFIയുടെ നേതാക്കളെല്ലാം തന്നെ സ്ഥിരം ആ വേദിയിൽ സജീവമായി തന്നെ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നിട്ടുള്ള പോലീസിന്റെ അതിക്രമത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക്, SFIയുടെ പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നതുകൂടി കാണണം. 70 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതായത് ഭീകരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് 70 പേരെയാണ്. അതിൽ 40 പേരും SFI പ്രവർത്തകരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ആ നിലയിലേക്കുള്ള വലിയ പിന്തുണ ഇത്തരം സമരങ്ങൾക്ക് SFI എല്ലാ കാലത്തും നൽകി വരുന്നതാണ്. നിലവിൽ CJP നടത്തുന്ന ഈ സമരത്തിനും വലിയ പിന്തുണ തന്നെയാണ് SFI നൽകുന്നത് എന്നത് നമുക്ക് കാണാം. എന്നാൽ മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ എവിടെ എന്ന ചോദ്യം ലോകം ഒന്നടങ്കം, രാജ്യം ഒന്നടങ്കം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. NSUI ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. പക്ഷേ രാജ്യത്ത് ഇത്രയേറെ വലിയ ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇത്രയും വലിയ പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുമ്പോൾ, വിദ്യാർത്ഥികളുടെ സംഘടനയായ NSUI എവിടെ എന്ന ചോദ്യം എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം SFIയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയനും സമാനമായ ചോദ്യം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. NSUI എന്തുകൊണ്ട് ഒരു പ്രസ്താവന കൊണ്ട് പോലും ഇതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം തന്നെയാണ്. NSUIയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന KSU സംഘടന ഉൾപ്പെടെ ഒരു പ്രതിഷേധ പ്രകടനമോ ഒരു പ്രസ്താവന കൊണ്ടുപോലും ഒരു പ്രതിഷേധമോ ഇതിന്റെ ഭാഗമായി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും പ്രസക്തമായി വരുന്നു. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSF ഈ നിലയിൽ എന്തുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല, ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കുന്നില്ല, ഒരു സമര പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഈ സമരരംഗത്ത് ഏറ്റവും സജീവമായി നമുക്ക് കാണാൻ കഴിയുന്നത് SFI പോലെയുള്ള, ASF പോലെയുള്ള ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം തന്നെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കോൺഗ്രസും ആദ്യഘട്ടത്തിൽ ഈ CJPയുടെ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനുൾപ്പെടെ ഈ സമരം ഏറ്റെടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അവർ ചെയ്തിട്ടുള്ള സമരത്തെ പോലും പിന്നീട് സോനം വാങ്ചുക്കിന്റെ പത്നി വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതായത് ഈ രീതിയിലല്ല സമരം ചെയ്യേണ്ടത് എന്ന്, അതായത് മറ്റെന്തോ ലക്ഷ്യം വെച്ചാണ് അല്ലെങ്കിൽ സ്ഥാപിതമായ താല്പര്യം
മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ സമരങ്ങൾ എന്ന നിലയിലേക്കുള്ള പരാമർശം, വിമർശനം സോനം വാങ്ചുക്കിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരം സമരങ്ങളിൽ ഒരു പിന്തിരിപ്പൻ നിലപാടാണ് NSUI ഉൾപ്പെടെയുള്ള വലത് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ സ്വീകരിക്കുന്നത് എന്നത് വലിയ വിമർശനത്തിന് വിധേയമായിട്ടുമുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അക്ഷയ്.